നമസ്കാരം. അസ്സലാമു അലൈക്കും. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. സത്യമല്ലേ? അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ എല്ലാവരുമായി സ്നേഹം പുലർത്തുകയും പിണക്കം എന്ന് പറയുന്നൊരു സംഭവം നമുക്കുണ്ടാവാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ പരമാവധി നമ്മളത് നീതി പുലർത്തി പോകുന്നു. കാരണം നാളെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗം നഷ്ടമാവും എന്നുള്ളത് കൊണ്ടിട്ട് നമ്മൾ കുടുംബം, കൂട്ടുകുടുംബം, സമുദായം, സമൂഹത്തിലെ ആളുകളുമായി വെറുപ്പുളവാകാതെ ആരോടും വിദ്വേഷമില്ലാതെ സ്നേഹത്തോടുകൂടി കഴിയാൻ പരമാവധി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൂട്ടുകാരുമായിട്ടുള്ള സ്നേഹസല്ലാപങ്ങൾ, നമ്മൾ വിചാരിക്കും നമ്മളെ കൂട്ടുകാർ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ അതിൽ ചിലവരൊക്കെ തന്നെ നമ്മളോട് വളരെ ഇഷ്ടക്കേട് കാണിക്കും. കാരണം വെച്ചാൽ നമ്മളിലുള്ള കഴിവുകൾ കണ്ടു കഴിയുമ്പോൾ അവർക്ക് നമ്മളോട് വലിയ ഒരു ഇഷ്ടം തോന്നായിക വരാറുണ്ട്. ഏതെങ്കിലും രീതിയിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്, നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എൻകറേജ് ചെയ്യാൻ മടിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ബന്ധുമിത്രാദികളിലെല്ലാം നമ്മൾ കാണുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അതിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഫാദർ പറഞ്ഞു, ഞാനൊരു നാളെ സ്കൂളിൽ പോയ കാലഘട്ടത്തിൽ, ആ പട്ടിണിയുടെ ഒരു കാലഘട്ടത്തിൽ സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മാമാടെ മകൻ്റെ ഷർട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. അത് വളരെ ലെങ്തി ഷർട്ടാണ്. കാര്യം ഞാനിട്ടേക്കണ ഷോർട്സ് കീറിയതായതുകൊണ്ട് അത് കാണാതിരിക്കാനും കൂടെ ഒരു ഗുണകരമായി. പക്ഷേ ഞാൻ സ്കൂളിലേക്ക് കയറുമ്പോൾ എന്നെ എല്ലാവരും പറഞ്ഞത് ഉപ്പാപ്പ വരുമെന്ന് പറയും. പിന്നെ വളരെ മെലിഞ്ഞ് ഒരു അവശ്യ നിലയിലായിരുന്നു അന്നൊക്കെ പട്ടിണിയുടെ ആ പ്രയാസങ്ങളാണ് അതിന് മെയിൻ കാരണങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ പരിഹസിക്കപ്പെട്ടു. ഏത് സമയം നോക്കിയാലും ഞാൻ പരിഹസിക്കപ്പെടുകയാണ് ഉണ്ടായത് എൻ്റെ ചെറുപ്പകാലഘട്ടം മുഴുക്കെ തന്നെ. പക്ഷെ ഞാൻ എൻ്റെ ഫാദറിനോട് വന്ന് പറയും, എന്നെ ആർക്കും ഇഷ്ടമല്ല. എൻ്റെ കോലം പറയും, എൻ്റെ ഉടുപ്പിനെ കുറിച്ച് പറയും. കാര്യം ഇല്ലായ്മക്കാരനായതുകൊണ്ടാണ്. പക്ഷെ മറ്റുള്ളവരൊക്കെ നല്ല രീതിയിലൊക്കെ വസ്ത്രധാരണം ധരിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത്. അപ്പോൾ ഫാദർ പറഞ്ഞൊരു വാക്കുണ്ട്, നീ പരിഹാസത്തെ സ്വീകരിക്കുക, നീ പരിഹസിക്കണ്ട. നാളെ എന്ന് പറയുന്ന ദിനങ്ങളുണ്ട്, അത് നിനക്ക് ഉപകാരപ്പെടും. സത്യമെന്ന് പറയട്ടെ, വിദ്യാഭ്യാസവും എഴുത്തും വായനയൊന്നും അറിയാത്ത ഞാൻ പിൻകാലങ്ങളിൽ ഇതെല്ലാം ലൈബ്രറിയിൽ പോയി പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലൂടെ ആ ലൈബ്രറിയിലൂടെ ജോയിൻറ്റ് സെക്രട്ടറിയായും പൊതുവേദികളിൽ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ എനിക്ക് വളരെയധികം മുന്നോട്ട് വരാൻ കഴിഞ്ഞു. അത് ഞാൻ സ്വയം പറയലല്ല, മറ്റുള്ളവർ എനിക്ക് തന്ന ആ അനുഗ്രഹങ്ങളും വേദികളും വെച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിൽ ദൃഢമായി വെച്ചിട്ടുണ്ട്, ആര് നമ്മളോട് വിദ്വേഷം കാണിച്ചാലും, ആര് നമ്മളെ തേജോവധം ചെയ്താലും, ആര് നമ്മളിത് ചെയ്താലും ഒരു കാര്യം ഞാൻ അവരോട് പറയാറുണ്ട്. പ്രവാചകനൊരു കാര്യം പറഞ്ഞു, നിങ്ങളെ കുറ്റപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ അവരെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളവരെ കുടുംബത്തിൽ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവണം. ഇതൊന്നുമില്ലാത്ത നിങ്ങൾക്ക് ഇങ്ങനെ തേജോവധവും ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ അസൂയയാണ്. അത് നമ്മളിപ്പോൾ സ്വീകരിച്ചത് കൊണ്ടിട്ട് നമുക്ക് യാതൊരു കുറവും വരാമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചീത്ത കേട്ടില്ലെങ്കിൽ അവൻ പൊതുപ്രവർത്തകനല്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മനുഷ്യൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു, എനിക്കത് കിട്ടിയില്ല. കാര്യം നമ്മളെ പഴിക്കുന്നത് നമ്മളുടെ കഴിവുകളെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ അനുഭവങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കി
എല്ലാം നമ്മൾ സ്വീകരിക്കുകയും പിന്നെ തേജോവധം ചെയ്യുന്നവരായിട്ട് ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കുക. പിന്നീട് അവരായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചോ നമ്മളുടെ പതനം ഉറപ്പായി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കുക. ആരോടും വിദ്വേഷം വെച്ച് പുലർത്താതെ പോവുകയാണെങ്കിൽ ഒരു സുന്ദരനായ ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും കഴിയും. തീർച്ചയായും. ബൈ.